നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. മേലണ്ടൂരിൽ വാഹനാപകടത്തിൽ വയോധികന് ദാരുണാന്ത്യം. മേലണ്ടൂർ കളറി റോഡ് മാണിക്കത്ത് പറമ്പിൽ കണ്ടൻകോരൻ മകൻ കുട്ടപ്പനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 4:30 മേലണ്ടൂർ ഷാപ്പുംപടി പെട്രോൾ പമ്പിന് സമീപമായിരുന്നു അപകടം. മാളയിൽ വൻ ലഹരിമരുന്ന് വേട്ട. 78 ഗ്രാമോളം MDMAയുമായി 3 പേർ പിടിയിൽ. കാടുകുറ്റി കല്ലൂർ വൈന്തല ആട്ടോക്കാരൻ വീട്ടിൽ മനു ബേബി, കോഴിക്കോട് മുക്കം ഓമശ്ശേരി പുത്തൻപുര വീട്ടിൽ ഷാഹിദ് മുഹമ്മദ്, പാലക്കാട് ജില്ല പറളി തേനൂർ തടത്തിൽ സണ്ണി ജോസ് ജോൺ എന്നിവരാണ് പിടിയിലായത്. പറവൂർ തട്ടാമ്പടി ഷാപ്പുംപടിയിൽ നിലം നികത്തിയ സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്ന വയലോരം ഹോട്ടൽ അടച്ചുപൂട്ടിക്കാൻ കരുമാലൂർ പഞ്ചായത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും രംഗത്ത്. വ്യവസായ വകുപ്പിന്റെ MSME ലൈസൻസ് വാങ്ങിയാണ് ഹോട്ടൽ തുടങ്ങിയത്. അന്നമനട പഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് പുതിയതായി നടക്കുന്ന നിയമനത്തിൽ അഴിമതിയും പിൻവാതിൽ നിയമനവുമുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ജൂലൈ 19 നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. പോലീസും PTA അധ്യാപകരും കൈകോർത്തു. ശിവലയ്ക്ക് വീടൊരുങ്ങി. മേലണ്ടൂർ സർക്കാർ സമിതി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അന്നമനട സ്വദേശിനി ശിവലയുടെ വലിയ മനസ്സിന്റെ നന്മയ്ക്ക് ലഭിച്ച സമ്മാനമാണ് വീട്. ചിന്തകളെ ഉണർത്തി പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറാൻ കഴിയണമെങ്കിൽ പാഠപുസ്തകങ്ങളല്ലാത്ത പുസ്തകങ്ങൾ കൂടി വായിക്കണമെന്ന് പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുക്കാട്. ചെറായി പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പറന്നുയരാം ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു മുതുക്കാട്. കാട്ടൂർ സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കാട്ടൂർ വലക്കഴ സ്വദേശി കൊരട്ടിപ്പറമ്പിൽ വീട്ടിൽ സഹലിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. തൃശൂർ DIG അജീത ബീഗം IPS ആണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കടലിലകപ്പെട്ട വെള്ളവും തൊഴിലാളികളെയും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ എറിയാട് കിഴക്കേ വീട്ടിൽ ബാഹുലേന്റെ ഉടമസ്ഥതയിലുള്ള വാസുദേവം എന്ന ഇൻബോർഡ് വള്ളവും അഴീക്കോട് സ്വദേശികളായ 47 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷപ്പെടുത്തിയത്. എറണാകുളം കരുമാലൂർ പഞ്ചായത്തിലെ പാടശേഖര റോഡായ തട്ടാമ്പടി പുറമ്പള്ളിക്കാവ് റോഡിലെ കലുങ്ക് നിർമ്മാണം പുരോഗമിക്കുന്നു. 2 കലുങ്കുകളിൽ 1 കലുങ്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. കേരള ഫീഡ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആളൂരിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. മുൻ MLAയുമായ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. BMS നേതാവ് TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.